അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഭൂമിയിലെ മുഴുവൻ സൃഷ്ടികളുടെയും സൃഷ്ടാവും പരിപാലകനുമെന്ന് പറയുന്നു. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് മനുഷ്യർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന തരത്തിലുള്ള വൈറസുകളെയും കൊതുകുകളെയും സൃഷ്ടിച്ചത്? പ്രസക്തമായൊരു ചോദ്യമാണിത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കീടങ്ങളാണെങ്കിലും രോഗാണുക്കളാണെങ്കിലുമെല്ലാം അത് ഉപദ്രവകരമാകുന്നത് നമ്മുടെ പ്രകൃതിയിലുള്ള തെറ്റായ രൂപത്തിലുള്ള ഇടപെടലുകൾ വഴിയാണ് എന്നുള്ള വസ്തുതയാണ്. എല്ലാ വസ്തുക്കൾക്കും ഇവിടെ നമ്മുടെ എക്കോളജിയിൽ, നമ്മുടെ പരിസ്ഥിതിയിൽ അവയുടേതായ ധർമ്മം നിർവഹിക്കാനുണ്ട്. ആ ധർമ്മം നിർവഹിക്കാൻ വേണ്ടി തന്നെയാണ് അവ ഇവിടെ നിലനിൽക്കുന്നത്. എന്നാൽ നമ്മൾ പ്രകൃതിയിൽ തെറ്റായി ഇടപെടലുകൾ നടത്തുമ്പോൾ നമ്മുടെ ആർത്തിക്ക് വശംവദമായി നമ്മൾ പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ സന്തുലനം തെറ്റുകയും ആ സന്തുലനം തെറ്റുന്നതിനനുസരിച്ച് ഉള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാവുകയും ചെയ്യുന്നു. ഒരു ജീവിയും ആവശ്യമില്ലാത്തതായി ഈ ഭൂമിയിലില്ല. 9,50,000-ഓളം കീടവർഗ്ഗങ്ങളുണ്ട് എന്നാണ് കണക്ക്. 1-2 അല്ല, 9,50,000-ഓളം ഇൻസെക്ട് സ്പീഷീസ് ഉണ്ട് എന്നാണ് കണക്ക്. ഈ 9,50,000 ഇൻസെക്ട് സ്പീഷീസിൽ ഒരു സ്പീഷീസെങ്കിലും ഏതെങ്കിലും അനാവശ്യമാണ് പ്രകൃതിയിലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാം ആവശ്യമായവയാണ്. പക്ഷേ നമ്മൾ എങ്ങനെ പ്രകൃതിയെ ഇടപെടുന്നു എന്നതിന് അടിസ്ഥാനത്തിലുണ്ടായിരിക്കും അത് നമുക്ക് ഉപദ്രവകരമാവുക. ഇപ്പോൾ വൈറസുകളിൽ ഏറ്റവും പ്രയാസകരമായി ഇന്ന് നമ്മളെല്ലാം മനസ്സിലാക്കുന്ന HIV എടുക്കുക. നമുക്ക് പടച്ച തമ്പുരാൻ കൃത്യമായൊരു ജീവിതക്രമം നിർണയിച്ചു. ആ ജീവിതക്രമം അനുസരിച്ച് നമുക്ക് ഇണയുമായുള്ള സംസർഗം, ലൈംഗികമായ സമ്പൂർത്തീകരണത്തിന് ഇണയുമായുള്ള സംസർഗം നിശ്ചയിച്ചു. അത് തെറ്റിച്ചുകൊണ്ട് നമ്മൾ സാമൂഹ്യ സംവിധാനത്തെയും കുടുംബ സംവിധാനത്തെയും എല്ലാം വെല്ലുവിളിച്ച് തകർച്ചയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും HIV നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ ചോദ്യചിഹ്നമായി വരുന്നു. നന്മ നിറഞ്ഞ ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകേണ്ട അവസ്ഥയുണ്ടാകുന്നില്ല. അവർക്ക് പോലും പ്രയാസകരമാകുന്നത് എന്തുകൊണ്ടാണ്? തിന്മ നിറഞ്ഞ ആളുകൾ പ്രകൃതിയിൽ അനാവശ്യമായി ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. ഇത് തന്നെയാണ് കൊതുകിൻ്റെ എല്ലാ അവസ്ഥ. യഥാർത്ഥത്തിൽ എനിക്ക് ഒരു എക്കോളജിസ്റ്റുകൾ ഉദ്ധരിക്കാറുള്ള ഒരു സംഭവം ഓർമ്മ വരാൻ. മെക്സിക്കോയിൽ അവിടെ ഈ ഹിപ്പോപ്പൊട്ടാമസുകൾ വല്ലാതെ കൃഷി നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സർക്കാർ ഹിപ്പോപ്പൊട്ടാമസുകളെ വ്യാപകമായി കൊന്നൊടുക്കി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾക്കെല്ലാം ഒരു തരം മഞ്ഞപ്പിത്തം വന്നു. ആ മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മഞ്ഞപ്പിത്തം അവരുടെ ജനിതകമാണ്, അവർക്ക് ജീനുകളിലുള്ളതാണ് ആ മഞ്ഞപ്പിത്തം എന്ന് മനസ്സിലായത്. എന്നാൽ ഇതുവരെ ആ മഞ്ഞപ്പിത്തം എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത് എന്ന് പരിശോധിച്ചപ്പോഴാണ് ഒരു തരം മത്സ്യങ്ങളായിരുന്നു അവരുടെ ഭക്ഷണം. ആ മത്സ്യങ്ങളാണ് മഞ്ഞപ്പിത്തത്തെ തടഞ്ഞു നിർത്തിയിരുന്നതെന്ന് മനസ്സിലായത്. ആ മത്സ്യങ്ങൾ ഇപ്പോൾ കുറേ കാലമായിട്ട് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് മത്സ്യം കിട്ടാത്തതെന്ന് അന്വേഷിച്ചപ്പോൾ മത്സ്യം ഏകദേശം ആ കടലിൽ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ മത്സ്യം, ആ പ്രത്യേക വർഗത്തിൽപ്പെട്ട മത്സ്യം എന്തുകൊണ്ട് നശിച്ചു എന്ന് നോക്കിയപ്പോൾ അവ ഒരു തരം ആൽഗകളെ തിന്നിട്ടായിരുന്നു ജീവിച്ചിരുന്നതെന്നാണ്. ആ ആൽഗകൾ ഇപ്പോൾ ഇല്ല. ആ ആൽഗകൾ എന്തുകൊണ്ടല്ലാതായത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ചാണകത്തിലായിരുന്നു ആ ആൽഗകൾ വളരുക എന്ന് മനസ്സിലായത്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് പ്രകൃതിയിലെ വളരെ സമർത്ഥമായ സംവിധാനമെന്ന്. അപ്പോൾ ഈ സംവിധാനങ്ങൾ, ആ ഹിപ്പോപ്പൊട്ടാമസും കൃഷിയും മാത്രം നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എന്താ, ഹിപ്പോപ്പൊട്ടാമസ് ശല്യമാണ്. പക്ഷേ അത് പ്രകൃതിയിൽ ഒരു സന്തുലനമുണ്ട്. ആ സന്തുലനം പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചതാണ്. ആ സന്തുലനത്തെ മനസ്സിലാക്കുകയും പ്രകൃതിയിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കുകയുമാണ് മനുഷ്യർ ചെയ്യേണ്ടത്. അതല്ലാതെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ ഒരു വൈകല്യവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക.